30 പേർക്കാണ് ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റിന് അനുമതി നൽകിയിരുന്നത്. എന്നാൽ ഈ അപേക്ഷകരിൽ ആരും തന്നെ എത്തിയില്ല. രാവിലെ 9:30 മണിക്ക് ഹാജരാകാനാണ് അപേക്ഷകരോട് ആവശ്യപ്പെട്ടിരുന്നത്. കൃത്യം 9:30 മണിക്ക് ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ എത്തിയിരുന്നു. 9:30 മണിക്ക് അവർ അപേക്ഷകരുടെ പേര് വിളിച്ചു. പക്ഷേ അപേക്ഷകർ ആരും മുന്നോട്ട് വരാതിരുന്നതിനെ തുടർന്ന് ആ ടെസ്റ്റ് നടക്കാത്ത സാഹചര്യമാണ് ഉള്ളത്. അതേസമയം വാഹനങ്ങളുമായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ എത്തിയിരുന്നു. അവർ പലരും ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുന്നുമുണ്ട്. അതേസമയം ഈ ഡ്രൈവിംഗ് ടെസ്റ്റുമായി സഹകരിക്കില്ലെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സംഘടന നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് അപേക്ഷകർ ആരും തന്നെ എത്താത്തത് എന്നുള്ള കാര്യം വ്യക്തമാണ്. മുൻപ് തിരുവനന്തപുരത്ത് നിന്ന് സൂചിപ്പിച്ചതുപോലെ സ്വന്തമായി വാഹനവുമായി എത്താനുള്ള പരിമിതികൾ ഉണ്ടാവാം, അതിന് സാധിക്കുന്നില്ല. അതല്ലെങ്കിൽ തന്നെ എത്തിയാൽ സംഘർഷവും മറ്റും ഉണ്ടാകുമോ എന്നുള്ള ഒരു ഭയപ്പാട് ഉണ്ടാകാം. മാത്രമല്ല ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ചിലയിടത്തെങ്കിലും ഉദ്യോഗാർത്ഥികളോട് അപേക്ഷകരോട് ഇത്തരത്തിൽ ടെസ്റ്റിന് ഹാജരാകരുത് എന്ന് അത്തരത്തിലൊരു സന്ദേശം കൈമാറുന്നുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടാവാം. എന്തായിരുന്നാലും കാക്കനാട് ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കാക്കനാട് ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ ആരും ഇന്ന് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകുന്നതിന് വേണ്ടി എത്തിയിരുന്നില്ല. നേരത്തെ സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയും മറ്റും മൂലം അച്ചടിച്ച RC ബുക്കുകൾ കിട്ടുന്നതിന്, അതുപോലെ തന്നെ ലൈസൻസ് കയ്യിൽ കിട്ടുന്നതിനൊക്കെയായിരുന്നു തടസ്സങ്ങൾ നേരിടുന്നത്. എന്നാൽ ഇപ്പോൾ അത് മാറി ബുക്കുകളും മറ്റും കാര്യം കൃത്യമായി വിതരണം ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് ലൈസൻസിന് ടെസ്റ്റിന് ഹാജരാവാൻ പലർക്കും കഴിയാതെ വന്നിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ കൂട്ടായ്മ, അവരുടെ പ്രതിനിധികൾ ഇവിടെയുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എന്തുകൊണ്ടായിരിക്കാം ഇന്ന് ഉദ്യോഗാർത്ഥികൾ വരാത്തതെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഞങ്ങളുടെ സമരവുമായി ഉദ്യോഗാർത്ഥികൾ സഹകരിക്കുന്നത് മൂലമാണ് ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റിന് അവർ വരാത്തത്. അത് ഞങ്ങളാരും നിർബന്ധിച്ചിട്ടൊന്നും വരാത്തതല്ല. അവർക്ക് സ്വാഭാവികമായി മനസ്സിലായി ഈ സർക്കുലർ അവരെയും ബാധിക്കുന്നതാണെന്ന്. വരും ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? വരും ദിവസങ്ങളിൽ ഇങ്ങനെ തന്നെ പോകാനാണ് സംയുക്ത സമരസമിതിയുടെ നിർദ്ദേശം. അതനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾ വരാൻ വഴി കുറവായിരിക്കുമെന്നാണോ? കാരണം ഞങ്ങളുടെ സ്കൂളുകളിലൊന്നും നമ്മൾ ഇവർ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തണമെന്നൊന്നും പറയുന്നില്ല. പരിശീലനമൊക്കെ സാധാരണ വർക്കേ നടക്കുന്നുണ്ട്. പക്ഷേ ഡ്രൈവിംഗ് ടെസ്റ്റിനായിട്ട് ഇതൊരു തീരുമാനം ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ആഴ്ചയിൽ എത്ര ദിവസമാണ് ടെസ്റ്റ് ഉള്ളത്? ഇവിടെ ബുധനാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും തന്നെ ടെസ്റ്റ് നടക്കുന്നുണ്ട്. എറണാകുളം ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിലും ഒരിടത്തും തന്നെ ഇത്തരത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടന്നിട്ടില്ല. തൃപ്പൂണിത്തുറ ഓഫീസിന് കീഴിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നത് പൂത്തോട്ട കേന്ദ്രീകരിച്ചാണ്. അതുപോലെ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിലാണ് സാധാരണഗതിയിൽ നടക്കുന്നത്. അവിടെ ഒന്നും ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടന്നിട്ടില്ല. അതേസമയം ഒരിടത്തും പ്രതിഷേധമോ അക്രമ സമരങ്ങളോ അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതേസമയം ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നേടാൻ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ലൈസൻസ് നേടാൻ കാത്തിരിക്കുന്ന ആയിരക്കണക്കായ അപേക്ഷകർ ഇനി എന്ന് ടെസ്റ്റ് നടക്കും എന്നറിയാത്ത ഒരു ആശങ്കയിലുണ്ട്. അവരിൽ ഈ ടെസ്റ്റിന് ശേഷം വിദേശത്തേക്ക് പോവേണ്ടവരുണ്ട്. അങ്ങനെ പല ജോലിപരമായ ആവശ്യങ്ങൾക്കുൾപ്പെടെ ലൈസൻസ് നേടേണ്ട ആളുകളുണ്ട്. ഇവരെല്ലാവരും തികഞ്ഞ ആശങ്കയിൽ തന്നെയാണ് താനും. തീർച്ചയായും കാക്കനാട് ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ ആരും ഇന്ന് ടെസ്റ്റ് എടുക്കാൻ വേണ്ടി എത്തിയിട്ടില്ല. രാഹുൽ, നേരത്തെ 23 സ്ലോട്ട് എടുത്തിട്ട് തിരുവനന്തപുരത്ത് ആരും വന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. ഗതാഗത പരിഷ്കരണത്തെ സംബന്ധിച്ച്, ഈ ടെസ്റ്റിംഗ് പരിഷ്കരണത്തെ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നിന്ന് ഗ്രീൻ സിഗ്നൽ കിട്ടിയിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഈ തൊഴിലാളികളുടെ, അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രശ്നം ചൂണ്ടിക്കാണിച്ച് CPM നേതാക്കൾ രംഗത്ത് വരുന്നു. ഇന്ന് AK ബാലന്റെ ഭാഗത്തു നിന്ന് ഒരു പരാമർശമുണ്ടായി. അപ്പോൾ ആത്യന്തികമായി KB ഗണേഷ് കുമാറിന് പിറകോട്ട് പോകേണ്ട ഒരു സാഹചര്യം വരുമോ? തീർച്ചയായും അങ്ങനെ വേണം കരുതാൻ. കാരണം നമ്മളിവിടെ എത്തിയപ്പോൾ INTUC, BMS ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ വലിയ പിന്തുണ നൽകുന്നുണ്ട്. ഇവരോട് നമ്മൾ നേരിട്ട് സംസാരിച്ചപ്പോൾ പറയുന്നത് CATU പരസ്യമായി മാറി നിൽക്കുന്നെങ്കിൽ പോലും 23-ാം തീയതി ചർച്ചയുണ്ട്. അത് CATUവിനെ ക്ഷണിച്ചിട്ടുണ്ട്. ആ ചർച്ചയുടെ തീരുമാനം അറിഞ്ഞതിന് ശേഷമായിരിക്കും CATU കൃത്യമായ നിലപാടെടുക്കുക. ഇപ്പോഴും അവർക്ക് പരോക്ഷമായ പിന്തുണ പല നേതാക്കളിൽ നിന്ന് കിട്ടുന്നു എന്ന് പറയുന്നുണ്ട്. AK ബാലൻ്റെ സമാനമായ ഇത്തരത്തിൽ ഈ പറഞ്ഞ ഉത്തരവുകൾ അടിച്ചേൽപ്പിക്കരുത്, അത് നയപരമായി നടപ്പിലാക്കണമെന്നുള്ള ഒരു പ്രതികരണം വരുന്നു. അത്തരത്തിൽ ഈ പറയുന്നത് പോലെ നയപരമായൊരു പരിഹാരം വേണമെന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോഴൊരു വാക്കേറ്റം പോലീസുമായി ഉണ്ടായി. എന്താണ് പ്രശ്നം? എനിക്ക് ബാത്റൂമിൽ പോകണമായിരുന്നു. ഇതിനകത്ത് മാത്രമേ ബാത്റൂമുള്ളൂ. അവിടെ കയറി ഓഫീസറോട് ചോദിക്കണമെന്ന് പറഞ്ഞ് വാച്ച്മാൻ ചെന്ന് ചോദിച്ചു. വാച്ച്മാൻ അവിടെ സാർമാർ പറഞ്ഞ് കയറാൻ, ബാത്റൂമിലേക്ക് കയറി പോകാൻ പറഞ്ഞപ്പോൾ ഇവിടെ നിൽക്കുന്ന പോലീസ് ഓഫീസർമാർ വിടൂല. അപ്പോഴും സാറുമാർ പറഞ്ഞു ഒരു വനിതാ പോലീസിനെയും കൊണ്ട് ചെല്ലാൻ. അപ്പോൾ ഇന്നലെ ഒരു വനിതാ പോലീസിനെയും കൂട്ടിയാണ് വിട്ടത്. അപ്പോൾ ഇന്നലെ നിന്ന ഓഫീസറല്ല, ഇന്ന് ഞാനാണ്, അതുകൊണ്ട് വിടാൻ പറ്റൂല, ഞങ്ങളെ ബാത്റൂമിലൊന്നും കൊണ്ടുപോകാറില്ല. പക്ഷെ നമ്മളിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ അപ്പോഴും പറയുമോ, ലേഡീസിലൊന്ന് പിടിക്കുമ്പം, വനിതാ പോലീസ് ഒന്ന് പിടിക്കുമ്പോൾ നമ്മളെ ജോലിയല്ലെന്ന് ഇവർ പറയുമോ? പ്രതികൂലമായ സാഹചര്യങ്ങൾ എങ്ങനെ സമരം മുന്നോട്ടുണ്ടോ? സമരം ഇനി അങ്ങനെ പോകും. ഇത് എന്താണോ നമ്മൾ വിചാരിക്കുന്ന, നമ്മൾ പറയുന്ന കാര്യങ്ങൾ നടത്തി തരാവുന്നത് വരെ നമ്മളിങ്ങനെ ന്യായമായുള്ള കാര്യം, അന്യായങ്ങളൊന്നും പറയണില്ല. നമുക്ക് അഡീഷണൽ ക്ലച്ചും ബ്രേക്കും ഇല്ലാതെ പഠിപ്പിക്കാൻ പറ്റൂല. പിന്നെ പുതിയ വണ്ടി എടുക്കാൻ പറ്റൂല. 15 23 പേരൊന്നും വന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും?
അത് അവർക്ക് എല്ലാ ആളുകൾക്കും അറിഞ്ഞൂടെ, എല്ലാ ജനങ്ങൾക്കും കൂടി വേണ്ടിയല്ലേ ഞങ്ങൾ ഇങ്ങനെ കിടന്ന് സമരം ഉണ്ടാക്കുന്നത്. അവർ പറയുന്ന രീതിയിൽ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ 60,000 രൂപയിൽ നിൽക്കില്ല. പക്ഷെ നമുക്കത് ലാഭമാണ്. ആകെ ഒരു 3 കുട്ടിയെ ഒരു മാസം എടുത്താൽ മതി. പക്ഷെ നാട്ടുകാർ എങ്ങനെ, പാവപ്പെട്ടവരെങ്ങനെ പഠിക്കും? ഒരു 10,000 രൂപ തരാൻ ആൾക്കാരെ കൊണ്ട് പറ്റുന്നില്ല. വീട്ടു ജോലിക്ക് പോകണ അമ്മമാർ, മക്കളൊക്കെ അവരൊക്കെ പിച്ച് തരണം. നമ്മൾ വാങ്ങിച്ച് പഠിപ്പിച്ച് അവർ ചിലപ്പോൾ ഒരു വീട്ടിൽ ഡ്രൈവറായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റ് എഴുതി കയറാനായിട്ടോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ പോയി ഒരു ഡ്രൈവർ ആവാനോ ഒക്കെയാണ് ഈ വീട്ടു ജോലി ചെയ്യുന്ന അമ്മമാരെ മക്കളെ പഠിപ്പിക്കുന്നത്. അവർക്ക് അമ്മക്ക് 60,000 രൂപ, 10,000 തരാൻ പറ്റാത്തടത്ത് നമുക്ക് 60,000 രൂപ തന്ന് പഠിപ്പിക്കാൻ പറ്റുമോ? 23 പേരും ഡ്രൈവിംഗ് സ്കൂളിൽ ബുക്ക് ചെയ്തവരാണോ? 23 പേര് അങ്ങനെയാണോ? അറിയാം. എവർ ഓരോ ലിസ്റ്റ് കൊണ്ടുവന്ന് വിളിക്കുന്നു. ഇവിടെ ഒരാളെയും കാണാനില്ല. അത് ഏത് വകുപ്പെന്ന് ചോദിച്ചാൽ അറിയില്ല. സ്വകാര്യ വാഹനങ്ങൾ എത്തുന്നവരെ തടയൂ. സ്വന്തം വണ്ടി, അവനോന്റെ വണ്ടി കൊണ്ടുവന്ന് കയറണം. വേറൊരു വണ്ടി വാടകയ്ക്ക് എടുത്തോണ്ട് വന്നാൽ നിങ്ങൾ അനുവദിക്കുമോ? അത് തടയുമോ വണ്ടി? അത് തടയുന്നില്ല. ഇപ്പം നിങ്ങളുടെ വണ്ടി ആയിരുന്നു വെച്ചോ, ഇയാൾക്കാണ് ടെസ്റ്റിന് കയറാൻ, ഇയാളുടെ പേരിലാണ് RC ബുക്ക്, കയറിക്കോ. വേറൊരാളിൻ്റെ പേരിലുള്ള RC ബുക്കിലെ വണ്ടിയും കൊണ്ടൊന്നും ടെസ്റ്റിന് കയറാൻ പറ്റില്ല. അല്ല, സ്വന്തം വണ്ടി അവരോരുടെ പേരിലുള്ള RC ബുക്കിലാണെങ്കിൽ കയറട്ടെ. അപ്പോൾ CPM നേതാക്കൾ ഉൾപ്പെടെ ഇത് അടിച്ചേൽപ്പിക്കരുത്, സംസാരിച്ച് ചർച്ചകൾ നടപ്പിലാക്കണമെന്ന് പറഞ്ഞു. പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷ വളരെ കുറവാണ്. കാരണം എന്ന് പറഞ്ഞാൽ മന്ത്രി എന്തായാലും അനങ്ങത്തില്ല എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. വളരെ ഒരു ഫ്യൂഡൽ പ്രഭുവിൻ്റെ രീതിയിൽ തന്നെയാണ് നമ്മുടെ മന്ത്രി സംസാരിക്കുന്നത്. കാരണം ഇത് വിട്ടുവീഴ്ച മനോഭാവത്തോടെ, പരസ്പരം വിട്ടുവീഴ്ച മനോഭാവമാണ്. ഞാൻ പറഞ്ഞില്ലേ, 98, 99 കാലം മുതലേ ഉള്ള പാറ്റേണിലാണ് ഇന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നത്. അതായത് അന്ന് 120, 160 പേപ്പറാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നുകൊണ്ടിരുന്നത്. അത് അന്നത്തെ വാഹനമല്ല ഇന്നത്തെ വാഹനങ്ങൾ, അന്നത്തെ ജനസാന്ദ്രത അല്ല ഇന്നത്തെ ജനസാന്ദ്രത, അന്നത്തെ റോഡല്ല ഇന്നത്തെ റോഡ്. അപ്പോൾ അതിനനുസരിച്ച് പേപ്പറിൻ്റെ എണ്ണം കൂട്ടുകയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓഫീസർമാരുടെ എണ്ണം കൂട്ടുകയും ചെയ്തുകൊണ്ട് അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് പകരം പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നാളെ തൊട്ട് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വേറെ ഒന്നുമില്ല, ഞങ്ങളിത് നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സമരമാണ്. ഞങ്ങളാരും വലിയ മുതലാളിമാരൊന്നുമില്ല. അന്നോടെന്നുള്ള കാര്യം കൊണ്ട് നടന്നു പോകുന്നതാണ്. ഇപ്പോൾ തന്നെ ഉപജീവന മാർഗ്ഗമാണ്. എത്ര നാളിങ്ങനെ സമരവുമായി മുന്നോട്ട് പോകാൻ കഴിയും? അറിയില്ല, ഞങ്ങൾക്കറിയില്ല. കാരണം ഞങ്ങൾക്ക് ജീവിക്കാൻ വേറെ നിവൃത്തിയില്ലല്ലോ. ഞങ്ങൾക്ക് എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, 460 പേപ്പർ, 120, 160 പേപ്പർ ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നുകൊടുന്നിടത്ത് പെട്ടെന്ന് കൊണ്ടുവന്ന് 40, 25, 30 പേപ്പറാക്കി കുറയ്ക്കുമ്പോഴത്തേക്ക് 25 പേപ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര കാലം കൊണ്ട് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നു കഴിയും? എന്തായാലും സർക്കാരിന് കിട്ടാനുള്ള കാശ് നേരത്തെ കിട്ടുകയാണ്. കാരണം ലേണിംഗ് ഫീസായിട്ട് ഒരു ക്ലാസ് ഓഫ് വെഹിക്കിളിനാണെങ്കിൽ 1,005 രൂപയും 2 ക്ലാസ് ഓഫ് വെഹിക്കിളാണെങ്കിൽ 1,455 രൂപയാണ് നമ്മൾ ഫീസ് അടയ്ക്കുന്നത്. ബാക്കി എല്ലാ സ്റ്റേറ്റിലും ലേണേഴ്സിൻ്റെ ഫീസ് മാത്രം വാങ്ങിക്കുകയും ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ഫീസ് പിന്നെ വാങ്ങിക്കുകയും ചെയ്യുന്നത്. കേരളത്തിൽ അങ്ങനെയല്ല, ആദ്യമേ മുഴുവൻ ഫീസ് വാങ്ങിക്കണം. അപ്പോൾ സർക്കാരിന് കിട്ടാനുള്ള കാശ് കിട്ടിക്കഴിഞ്ഞു പിന്നെ ബാക്കിയുള്ളവർ എങ്ങനെ പോയാലും കുഴപ്പമില്ല. പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയാൽ വലിയ സാമ്പത്തിക നഷ്ടവും ഉണ്ടാവും. അതിലേക്ക് വരാൻ ഉള്ള പ്രയാസമുണ്ട്. സാമ്പത്തിക നഷ്ടം ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് മാത്രമല്ല, ഈ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്കും ഉണ്ടാവും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തായാലും ഈ ലേണേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഈ കണ്ടീഷനിലാണെങ്കിൽ 6 മാസം കഴിഞ്ഞാലും ഡ്രൈവിംഗ് ടെസ്റ്റ് കയറാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ വീണ്ടും 300 രൂപ ഫീസ് അടച്ച് ലേണേഴ്സ് റിന്യൂ വേണം, വീണ്ടും ഐ ടെസ്റ്റ് വേറെ വേണം, വീണ്ടും ഇതിൻ്റെ പുറകെ നടക്കണം. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നടക്കാത്തൊരു സംവിധാനം വരുമ്പോഴത്തേക്ക്, ഇടയ്ക്ക് നിങ്ങളുടെ ഏഷ്യാനെറ്റിൻ്റെ തന്നെ ഒരു ന്യൂസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, അയൽ സംസ്ഥാനം കർണാടകയിൽ പോയി ഇവിടെ നിന്നുകൊണ്ട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോയും ആധാറിൻ്റെ ഒരു കോപ്പിയും കൂടെ അയച്ചു കൊടുത്ത് ഗൂഗിൾ പേ ആയിട്ട് കാശ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ലൈസൻസ് അയച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ സംവിധാനത്തിലേക്ക് പോകും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ നാട് വീണ്ടും സാമ്പത്തികമായ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഒരു ചെറിയൊരു നിസ്സാര കാര്യങ്ങളാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടുള്ളത്. ഞങ്ങൾ വലിയ കാര്യങ്ങളൊന്നും ആവശ്യപ്പെട്ടില്ല. വർഷങ്ങളായിട്ട് നടന്നു വരുന്നത് കണ്ടിന്യൂ തുറന്നു പോകണം. പരിഷ്കാരങ്ങളാവാം, പരിഷ്കാരങ്ങളെ ഞങ്ങൾ എതിർക്കുന്നില്ല. പക്ഷേ ഞങ്ങളെയും കൂടി സാവകാശം തരണം. അതോടൊപ്പം തന്നെ ഈ 15 വർഷം കഴിഞ്ഞ വണ്ടി എന്ന് വാഹനം എന്ന് പറയുന്നു, 15 വർഷം കഴിഞ്ഞ വാഹനം ഞങ്ങൾ മാറ്റാൻ തയ്യാറാണ്. പക്ഷേ ഞങ്ങൾക്ക് ആര് ലോൺ തരും? ഞങ്ങൾ തന്നെ സാമ്പത്തിക പ്രതിസന്ധി പോകുമ്പോൾ ഞങ്ങൾക്ക് ആരാ ലോൺ തരും? അപ്പോൾ അത്തരത്തിലുള്ള ഈ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളാണ്, പിന്നെ ഇത്തരത്തിലുള്ള സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും സമരം അത് വലിയ രീതിയിൽ വലിയ കടുത്ത നിലപാടിലാണ് പ്രതിഷേധക്കാരുള്ളത്. പോലീസുമായി ഇടയ്ക്കിടയ്ക്ക് വാക്കേറ്റം ഉണ്ടാകുന്നുണ്ട്. ശുചിമുറി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവർ ഈ സമരപ്പന്തലാണുള്ളത്. നിമിഷം മുൻപ് നിലത്ത് കിടന്ന് സമരം ചെയ്തിരുന്നു. അത്തരത്തിൽ സമരം അത് മറ്റൊരു ഘട്ടത്തിലേക്ക് അവർ കൊണ്ടുപോവുകയാണ്. പരിഹാരം അവർക്ക് പോലും ഈ പറഞ്ഞതുപോലെ പ്രസ്താവനകൾ വരുന്നു, അത്തരത്തിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുന്നെങ്കിൽ പോലും പരിഹാരം ഉണ്ടാകുന്ന പ്രതീക്ഷ അകലെയാണെന്നാണ് അവരും പറയുന്നത്. അഭിലാഷ്.